അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യലുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുന്നവരായിരുന്നു ഹബീബായ റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം ചെയ്യുന്നതിൽ. ഇസ്ലാമിന്റെ ആളുകൾ അങ്ങനെയായിരുന്നു ചെയ്തു പോന്നിരുന്നത് എന്ന് ഇമാം ഖസ്സലാനി തന്റെ അൽ-മവാഹിബിന്റെ 1-ാം വാല്യം 139-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. എന്തായി പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെപ്പോ ചിലർ പറയുന്നത് റസൂലുള്ള ജനിച്ചത് തന്നെ റബീഉൽ അവ്വൽ അല്ല. എന്തൊരു അത്ഭുതം! നബി തങ്ങൾ ജനിച്ചത് തന്നെ റബീഉൽ അവ്വലിലല്ല. പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഏതെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ആളെ പറ്റിക്കുന്നത്? എന്തിനാണ് ആളെ പറ്റിക്കുന്നത്? എത്ര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലല്ല, മഖൂസ് മൗലിദിൽ പ്രധാനമായി എതിർക്കപ്പെടുന്നത് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. മൗലിദ് മഖൂസ് മൗലിദ് തുടങ്ങുന്നത് അങ്ങനെ. ആരാ തസ്നീഫ് ചെയ്യുന്നത്? ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തസ്നീഫ്. സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയതാ. അങ്ങനത്തെ ഒരു പണ്ഡിതനെക്കാട്ടും ജീവിച്ചിട്ടില്ല. അത് തുടക്കങ്ങനെ സുബ്ഹാനല്ലദീ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി, റബീഉൽ അവ്വൽ മാസത്തിലാണ് അവൻ ഉദിപ്പിച്ചത്. ആരെ? ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രവാചകനായ ആ പൂർണ്ണചന്ദ്രനെ അല്ലാഹു ഉദിപ്പിച്ചത് ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മഖൂസ് മൗലിദ് തുടക്കം അങ്ങനെ. ചിലർ പറഞ്ഞു അതെന്താ തെറ്റാണ്. ആര് പറഞ്ഞു തെറ്റാണ്? ആരാ പറഞ്ഞു തെറ്റാണ്? അവിടെ വലിയൊരു അത്ഭുതം. റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് ഇബ്നുൽ ജൗസി, ഇബ്നുൽ ബസ്സാറിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. ദുർഖാനി എടുത്തു നോക്കി 1-ാം വാല്യം 249-ാമത്തെ പേജ്. റബീഉൽ അവ്വൽ 12-നാണ് നബി തങ്ങൾ ജനിച്ചത് എന്നതിന് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. എന്ന് മാത്രമല്ല ഇമാം ഖസ്സലാനി ഞാൻ നേരത്തെ പറഞ്ഞ അൽ-മവാഹിബ് എന്ന കിതാബിന്റെ 1-ാം വാല്യം 248-ാമത്തെ പേജിൽ പറയുന്നത് 12-നാണ് നബി തങ്ങൾ ജനിച്ചത്. വഅലൈഹി അമലു അഹ്ലി മക്ക, വഅലൈഹി 12-നാണെന്ന അഭിപ്രായ പ്രകാരമാണ് അമലു അഹ്ലി മക്ക, മക്കക്കാർ ഒരു പ്രവർത്തനം ചെയ്തു പോന്നിരുന്നത്. ഖദീമൻ വ ഹദീസ, മക്കക്കാർ പണ്ടും ഇപ്പോഴെന്ന് പറഞ്ഞാല് ഇവിടെ ഇമാം ഖസ്സലാനി തങ്ങൾ അൽ-മവാഹിബിൽ ഇതൊക്കെ എഴുതി വെക്കുന്ന കാലത്ത് പോലും അതിന്റെ മുമ്പ് പോലും ഖദീമൻ വ ഹദീസ, മുമ്പ് കാലത്തും ഇപ്പോഴും മക്കക്കാർ ചെയ്തു പോന്നു എന്ന് സിയാറത്തുഹു മൗലിഅ മൗലിദിഹി ഫീ ഹാദൽ വഖ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയം നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു വീണ ആ സമയം, ആ സ്ഥലം മക്കയിലുള്ള ആളുകൾ അക്കാലം മുതലേ സിയാറത്ത് ചെയ്യാൻ പോകുമായിരുന്നു. കണ്ട നിങ്ങൾ, ഇത് നമ്മളാരും എഴുതിയല്ല, ഇതുണ്ടോ ഇല്ലേ നമുക്കത് അറിയണ്ടേ.
ഈ നാട്ടുകാരറിയാതെ മജീദ് മാക്കവി അൽമവാഹിമിന്റെ പേജ് നമ്പർ സഹിതം പറഞ്ഞിട്ട് മക്കാര് പണ്ടും ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തിരുന്നു എന്നിവിടെ ഇബാറത്തുമായി തർക്കം വെച്ചു. അങ്ങനെ ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഇമാം ഖസ്സലാനൊക്കെ പേച്ചുപോയതിൽപ്പെട്ടതാണ് എന്ന് പറയട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായി നൽകട്ടെ. ഈ മഹാന്മാരോടൊപ്പം അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിച്ചത് ഞാൻ വിചാരിച്ചത്. മക്കയിലുള്ള ആളുകളുടെ അമൽ എന്തേ അമൽ? സിയാറത്തുഹും, അവർ സന്ദർശിക്കുക പതിവായിരുന്നു. നബിതങ്ങൾ ജനിച്ച വീട് സ്ഥലം സന്ദർശിക്കുന്നു. എപ്പോഴേ ആ ജനിച്ച സമയം നോക്കിയിട്ട് അതേ സമയത്ത് അതേ സ്ഥലം സന്ദർശിക്കുക അവർക്ക് പതിവായിരുന്നു. അവർ ചെയ്യുന്ന അമലായിരുന്നു. 1:248 അല്ലാഹുനാഫിയൽമിനത്ത് ഇത് പറയും. മദഹിദല്ല, ഈ ദിവസത്തിന് എന്താ പ്രത്യേകത, ഈ സമയത്തിന് എന്താ പ്രത്യേകത അല്ലേ? സമയം നോക്കി കണ്ടില്ലേ, ദിവസം നോക്കി കണ്ടില്ലേ? ഇതൊക്കെ ആര് പറഞ്ഞതാ? മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയത്. അതേ നമുക്ക് പറയാൻ കഴിയും. നമ്മളെ സ്വന്തം ഒന്നുണ്ടാക്കാൻ പറ്റില്ല. ഇനി നിങ്ങളെന്താ വിചാരിച്ചത്? ഞാൻ പറയലേ, ഈ വിഷയത്തിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ പോലും കേരളത്തിൽ ഈ പ്രസ്ഥാനം കൊണ്ടുവന്ന അവരംഗീകരിക്കുന്ന മഹാന്മാരെ മാത്രം അംഗീകരിച്ചാൽ മതി. ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞു. സൗഹാർദ്ദപരമായിട്ടാണ് പറയുന്നത്. ആരെയും ദേഷ്യം പഠിപ്പിക്കാനോ ചൊടിപ്പിക്കാനോ ഒന്നുമല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2 സ്ഥലത്ത് സമ്മേളനം നടന്നു. ഒന്ന് എറണാകുളം സമ്മേളനം, ഒന്ന് കോഴിക്കോട് സമ്മേളനം. ഈ 2 സമ്മേളനത്തിന്റെയും ലഘുലേഖകളിൽ ഈ 2 വിഭാഗവും അവകാശപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭരായ കേരളത്തിൽ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെ കൊണ്ടുവന്ന പ്രഗത്ഭരായ നേതാക്കളാണ് KM മൗലവി, MCC മൗലവി, EK മൗലവി എന്നൊക്കെ പറഞ്ഞ പ്രഗത്ഭരായ പണ്ഡിതർ. 936 കാലങ്ങളിൽ ഈ മഹാപണ്ഡിതന്മാരാണെന്ന് നിങ്ങൾ പറയുന്ന അവരിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ നമ്മൾ അതേ പറയുന്നത്. ഈ അരിക്കാടിയിൽ കുടുങ്ങിപ്പോയ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിനെ കേരളത്തിൽ കൊണ്ടുവന്ന ആ പണ്ഡിതന്മാരിലേക്കെങ്കിലും തിരിച്ചു വരും. അവർക്കെങ്കിലും വിവരമുണ്ടെന്ന് പറയും. അല്ലാതെ പിന്നെ എന്നാ ഇത് തുടങ്ങിയത്? നിങ്ങൾ നോക്കിയിട്ട് എന്താണെന്നറിയോ? അൽ മുർഷിദ് എന്ന് പറഞ്ഞ ആ കാലത്ത് ഈ പ്രസ്ഥാനം ഇറക്കിയ ഒരു മാസികയാണ്. അതിന്റെ ഒറിജിനൽ കോപ്പി, അത് ഫോട്ടോസ്റ്റാറ്റൊന്നുമല്ല, ഒറിജിനൽ കോപ്പി. ആർക്കും ഓണെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം. കൊണ്ടാവും തരില്ല, വായിച്ചു നോക്കണമെങ്കിലോ കോപ്പി എടുക്കണമെങ്കിലൊക്കെ തരാം. അൽ മുർഷിദ് 1936 ഭാഗം. ഇത് 1356. ഇപ്പൊ 436. ഒരു വർഷം ആയില്ല. നിങ്ങൾ നോക്കിയാൽ EK മൗലവി എന്ന് പറഞ്ഞ ആ കാലത്തുള്ള ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ എഴുതി വെച്ചതാണ് റബീഉൽ അവ്വലിനെ കുറിച്ച്. അൽ മൗലിദുൻ നബവി, റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കും. ഒന്ന് കേൾക്കാൻ പറ്റില്ല. അത് നമ്മെ ആനന്ദിപ്പിക്കും, അത് നമ്മെ ആഹ്ലാദിപ്പിക്കും. നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു. ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷചിഹ്നങ്ങൾ കളിയാടുന്നു. ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? മാനവലോകത്തിന്റെ ഐഹികവും പാരത്രികവുമായ സർവവിധ സൗഭാഗ്യങ്ങൾക്കുള്ള മാർഗങ്ങളെ വെട്ടിത്തെളിച്ചു തന്ന ആ പുണ്യപുരുഷൻ ലോകത്തിന്റെ അനുഗ്രഹമായി
നിയോഗിക്കപ്പെട്ട ആ പുണ്യാത്മാവ് ശഫീഉനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്പർശം കൊണ്ട് ഈ ഭൂമിയെ അനുഗ്രഹിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു റബീഉൽ അവ്വൽ മാസത്തിലായതുകൊണ്ട് തന്നെ. ഇവിടുന്നൊക്കെ തെറ്റിദ്ധരിച്ച് വിദഅത്തിലേക്ക് കുടുങ്ങിപ്പോയ ചെറുപ്പക്കാരോർക്കാൻ ആ പ്രസ്ഥാനത്തിനെ കേരളത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുന്ന വലിയ പണ്ഡിതന്മാർ എഴുതിയതാണ്. ആഹ്ലാദമാണ് മനുഷ്യൻ, സന്തോഷമാണ് മനുഷ്യൻ. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവർ മുഴുവനും അങ്ങനെ സന്തോഷിച്ചവർ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. എന്നിട്ട് ഇതിന്റെ ലാസ്റ്റ് ഉണ്ട്, സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ലാസ്റ്റ് വളരെ പ്രധാനമായിട്ട് ഈ ലേഖനത്തിന്റെ ലാസ്റ്റ്, ലോകത്തിന്റെ കാരുണ്യമായിട്ടല്ലാതെ നാം നിന്നെ നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു മഹാത്മാവ് പൂജാതനായിട്ടുള്ള ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആ പുണ്യപുരുഷനെ അനുകരിക്കുന്ന ഒരു ജനവിഭാഗം എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നമ്മളും അതിനെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ആ പുണ്യാത്മാവ് ലോകത്ത് വരുത്തിയിട്ടുള്ള പരിവർത്തനങ്ങളും പരിഷ്കാരങ്ങളും വർദ്ധിക്കുവാനുള്ള ശക്തി ഏതൊരു തൂലികക്കാണുള്ളത്? ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് പറയുന്നു, ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയരിബ അൻഹു നാസികും ബിഫമീ. എന്നിട്ട് ഇതിന്റെ ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് കേട്ടോടി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ നാം നാവ് കൊണ്ടോ പേര കൊണ്ടോ വർണ്ണിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മളും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നാം നബിയെ അനുകരിക്കണം, അവിടെ കാണിച്ചു തന്നിട്ടുള്ള മാർഗത്തിലൂടെ നടക്കണം. അപ്പോൾ നാം വിജയികളായി തീരും. അപ്പോൾ നാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രമായി ഭവിക്കുകയും ചെയ്യും. അള്ളാഹു അങ്ങനെയാക്കി തരും. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരൊക്കെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ സന്തോഷിക്കുമെന്നാണ്. ഇതിൽ പോലും കെ മൗലവിയെ പോലെയുള്ള ആ കാലത്തുള്ള ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്ന പണ്ഡിതന്മാർ പോലും പറഞ്ഞു. ഇനി തവസ്സുൽ ഇസ്തിഗാസയെ നമുക്ക് ആദ്യം എതിർത്തത് പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു തൈമിയയാണ്. ഇബ്നു തൈമിയ പറയുന്നുണ്ട് സിറാത്തുൽ മുസ്തഖീം എന്ന തന്റെ ഗ്രന്ഥത്തിൽ, തഅലീമുൽ മൗലിദി വഇത്തിഹാദുഹു മൗസിമൻ ഖദ് യസ്അലുഹു ബഅദുൻ നാസ് ويكون له فيه أجر عظيم لحسن قصده وتعليمه لرسول الله. ഇബ്നു തൈമിയ എഴുതിയതാണ്. എന്താ ഉത്തരവിയത്? അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസവും ദിവസങ്ങളൊക്കെ ബഹുമാനിക്കുക, അന്ന് പ്രത്യേക ചർച്ചകളും സദസ്സുകളും ഒരുമിച്ച് കൂട്ടുക, അതൊക്കെ പലരും ചെയ്യാറുണ്ട്. വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീം, അവർക്കൊക്കെ അതിന്റെ മഹത്തായ പ്രതിഫലം ലഭിക്കും. എന്തുകൊണ്ട്? ലിഹ്നി ഖസ്ദിഹി, അവരെ ഉദ്ദേശം നല്ലതാണ്. നമ്മുടെ ഉദ്ദേശം നല്ലതല്ലേ? റസൂലുള്ളാഹിനോടുള്ള സ്നേഹവും ബഹുമാനവും അല്ലേ? അവർ അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതുമാണ്. അവരെ ഉദ്ദേശവും നല്ലതാണ്. അതുകൊണ്ട് ചെയ്യുന്നവർക്കൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് ഇബ്നു തൈമിയ തന്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം അതിന്റെ 2-ാം വാല്യം 297-ാമത്തെ പേജ്. അല്ലാഹു ആഫിയായി. നിങ്ങളെന്തേ വിചാരിച്ചത്? ചിലരൊക്കെ ചോദിക്കുന്നത്, ഇപ്പം വാട്സപ്പിലൊക്കെ വരുന്നത്, നബി 23 വർഷക്കാലം നബുവത്തുമായി നടന്നിട്ട് ഒരിക്കലെങ്കിലും നബി ജനിച്ചത് സന്തോഷിച്ചോ, നബിദിനം കഴിച്ചോ, എന്തെങ്കിലും ഒന്ന് ചെയ്തോ?
ആർക്കെങ്കിലും ഒരു ലഡെങ്കിലും കൊടുത്തോ? എല്ലാത്തൊരു ചോദ്യം അല്ലേ? നബിതങ്ങൾക്ക് ശേഷം സ്വഹാബത്ത് ചെയ്തോ? നമ്മൾ നോക്കി ചെയ്തോ നോക്കാം. ഇത് സന്തോഷത്താർക്കെങ്കിലും എന്തോ കിട്ടിയോ അതും അറിയണമല്ലോ നമ്മൾ. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷിച്ച അബൂ ലഹബിന് പോലും നരകത്തിൽ ശിക്ഷക്കളവുണ്ട് എല്ലാ തിങ്കളാഴ്ചയും. എവിടെയുള്ളത്? ഇതെവിടെ ഉള്ളത്? സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞില്ലേ, അസഹ്ഹുൽ കുതുബി പണ്ഡിത കിതാബില്ല. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തുള്ള ഏറ്റവും സഹീഹായ കിതാബ് ഏതെന്ന് ചോദിച്ചാൽ സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ സഹീഹ് അതാണ് ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തുള്ള ഏറ്റവും സ്വീകാര്യമായ കിതാബ്. ഖുർആൻ കഴിഞ്ഞാൽ ആ കിതാബിലാണുള്ളത്. എന്താണുള്ളത്? അബൂലഹബ് തബ്ബത്തിയദാ അബൂലഹബി ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ, നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ അബൂലഹബിന്റെ പോലും നരകത്തിൽ വെച്ചിട്ട്, അവന്റെ നരകത്തിൽ വെച്ചിട്ട് തിങ്കളാഴ്ച ദിവസം ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുന്നു. കിതാബിലുള്ളതാണ് സഹീഹുൽ ബുഖാരിയിൽ. അബൂലഹബ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരോ അദ്ദേഹത്തിന് കിനാവ് കണ്ടു എന്നാണ് സഹീഹുൽ ബുഖാരി പറയുന്നത്. എന്തോ കണ്ടോ? ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ എന്താ? അബൂലഹബ് പറഞ്ഞു പോലും നിങ്ങൾ വിട്ടുപിരിഞ്ഞതിന് ശേഷം എനിക്ക് നന്മയായിട്ട് സന്തോഷിക്കുന്നൊന്നും ഞാൻ കണ്ടെത്തിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് എന്റെ രണ്ട് കൈവിരലുകൾക്കിടയിലൂടെ ഒരു വലിയ പാനീയം കുടിപ്പിക്കപ്പെടുന്നു. എന്തിനാണെന്നറിയോ? സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീയെ ഞാൻ എത്തിച്ചു ചെല്ലിയത് കൊണ്ട്. ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയുടെ 11-ാം വാല്യം 403-ാമത്തെ പേജ് പറയാണ്, വദാലിക ഇങ്ങനെ അബൂലഹബിന്റെ ശിക്ഷയിൽ ഇളവ് കിട്ടാനുള്ള കാരണം അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുലിദ യൗമൽ ഇസ്നൈനി. നബി തങ്ങൾ ജനിച്ചത് ഒരു തിങ്കളാഴ്ച ദിവസത്തിലായിരുന്നു. വകാലത്ത് സുവൈബത്തു ബശ്ശറത്ത് അബൂ ലഹബിന്റെ മൗലിദിഹി. നബി തങ്ങൾ ജനിച്ചിട്ടുണ്ട് എന്ന് അബൂലഹബിന്റെ അടുത്ത് പോയി സന്തോഷ വാർത്ത അറിയിച്ചത് സുവൈബത്ത് എന്ന അടിമപ്പെണ്ണായിരുന്നു. ആ സന്തോഷ വാർത്ത കേട്ടപ്പോഴേ അതിന്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ടാണ് സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണിനെ അബൂലഹബ് വീട്ടിൽ ചെല്ലുന്നത്. അതാ കാരണം അബൂലഹബിന് നരകത്തിൽ വെള്ളം കുടിക്കാൻ കിട്ടുന്നു. എന്തൊരത്ഭുതമുണ്ട്! മഹാന്മാര് പാടിയതാണ്. മഹാന്മാര് പാടിയെന്താണെന്നറിയോ? സബ്ബത്തിയദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതല്ലഹു ഫിൽ യൗമിൽ ഇസ്നൈനി ദാഇമാ യുഖഫഫു അൻഹു ലിശ്ശുറൂരി ബിഅഹ്മദാ فظللت بالعبد الذي طول عمره بأحمد مسرورا ومات موحدا. അല്ലാഹുവിനെ പോലും വിശ്വസിക്കാത്ത, അല്ലാഹുവിന്റെ ഹദീസിനെ പോലും തള്ളിപ്പറഞ്ഞ അബൂലഹബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചതിന്റെ പേരിൽ
നരകത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ടെങ്കിൽ ഒരടിമയെ കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് നീ എന്താ വിചാരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വയസ്സിന്റെ ഒരുപാട് കാലം നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും മുവഹിദായി മരണപ്പെടുകയും ചെയ്തവന് എന്തെല്ലാമാണ് കിട്ടാൻ പോകുന്നത്? നമുക്ക് തരട്ടെ. നിങ്ങൾ നോക്കി, അബൂലഹബിന്റെ തിങ്കളാഴ്ച വെള്ളം വരെ കിട്ടുന്നു. സഹീഹുൽ ബുഖാരി. നിങ്ങൾ പറയേണ്ടത് ബുഖാരിയിൽ അതുണ്ടോ ഇല്ലേ? മജീദ് ബാക്കവി തെറ്റ് പറഞ്ഞു ഇല്ലേ? പറഞ്ഞത് സഹീഹുൽ ബുഖാരി പറയുന്നത്. അള്ളാഹു നമുക്ക് രാത്രിയായിരുന്നു. ഇനിയിപ്പോ ചിലർ ചോദിക്കുന്ന അതാണ്, നബിതങ്ങൾ ചെയ്തോ? നമ്മളൊന്ന് പരിശോധിച്ചൊക്കെ നബിതങ്ങൾ ചെയ്തോ? എല്ലാത്തരം ചോദ്യമാണ്. ഹബീബായ റസൂലുള്ള ചെയ്തോ? അഹ്ലുൽ ഇസ്ലാമിന്റെ ആളുകൾ പണ്ട് മുതലേ ചെയ്തിരുന്നു എന്ന് അൽ മവാഹിബിൽ ഞാൻ തെളിവ് പറഞ്ഞു. റസൂൽ ജനിച്ച മാസത്തിലെ മുസ്ലിമീങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, അവര് പലതും ചെയ്യുക, സദഖ ചെയ്യുക, നബിതങ്ങളെ മദ്ഹ് ചൊല്ലുക, മൗലിദ് ഓതുക, ഇതൊക്കെ ഇസ്ലാമിന്റെ ആളുകൾ ചെയ്തു പോന്നിരുന്നു എന്ന് ഞാൻ അൽ മവാഹിബ് ഇമാം ഖസ്തലാനിയുടെ ആ കിതാബ് ധരിച്ചു പറഞ്ഞു. ഇനിയിപ്പോ ചിലർ ചോദിക്കുന്നത് ഇതാണ്, റസൂലുള്ള ചെയ്തു, ഒരിക്കലെങ്കിലും ചെയ്തോ? നമ്മൾ നോക്കുക, അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കലെങ്കിലും ചെയ്തോ എന്ന ചോദ്യത്തിന് മറുപടി മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നോക്കിയിരിക്കുക. ഇമാം സയൂരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഹാവിയിൽ ഫതാവ അതിന്റെ 1-ാം വാല്യം 196-ാമത്തെ പേജിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഒരു സഹീഹായ ഹദീസ് عن أنس رضي الله عنه أن النبي صلى الله عليه وسلم أفتى عن نفسه بعد النبوة. നമ്മളെല്ലാം ബുദ്ധി ഒന്നാലോചിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവ്വത്ത് കിട്ടിയതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ നബി തങ്ങളുടെ പേരിൽ ഒരു അറവ് നടത്തി. എന്ന് പറഞ്ഞാൽ അഖീഖ അറുത്തൂന്നൊക്കെ പറയാം. നമ്മൾ സാധാരണ കുട്ടികൾ ജനിച്ചാൽ അഖീഖ അറുക്കപ്പെടാറുണ്ട് അല്ലേ? ഉളഹിയ്യത്തല്ല, അഖീഖ. നബിതങ്ങൾ നബുവ്വത്തിന്റെ ശേഷം ഒരു അഖീഖ അറുത്തു, അഥവാ തങ്ങളുടെ പേരിൽ ഒരു അറവ് നടത്തി. മാ അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് നബിതങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് അഖ്തഅഹു ഫീ സാബിഇ വിലാദത്തിഹി നബിതങ്ങൾ ജനിച്ച 7-ാമത്തെ ദിവസത്തിൽ നബിതങ്ങൾക്ക് വേണ്ടി അഖീഖ അറുത്തിരുന്നു. അത് മൗലിദിലുണ്ട്. അങ്ങനെ അർത്ഥത്തിലുണ്ടല്ലോ. യഥാർത്ഥത്തിൽ വൽ അഖീഖതു ലാ തുഅദു മറതൻ സാനിയ, ഒരാൾക്ക് ഒരു പ്രാവശ്യം അഖീഖ അറുക്കപ്പെട്ടാൽ രണ്ടാമത് അത് അറുക്കപ്പെടാറുമില്ലല്ലോ. അർത്ഥത്തില്ല, ഇപ്പോഴും അർത്ഥം. കഴിഞ്ഞ ആഴ്ച ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, എനിക്കൊരു മകനുണ്ടായിട്ടുണ്ട്, ഞാൻ ആ മകന് വേണ്ടിയിട്ട് 2 വയസ്സായ ഒരു പോത്തിനെ അഖീഖയായിട്ട് അറക്കുന്നുണ്ട്, എന്റെതും കൂടെ കരുതാകുമോ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ അർത്ഥത്തില്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാ കരുതാം. എന്റെ ഉപ്പ അർത്ഥത്തില്ലെങ്കിൽ എനിക്ക് പറക്കാം. നിങ്ങളാരെയും നിങ്ങളെ ഉപ്പാരാക്കി അർത്ഥത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറക്കാം, നിങ്ങളാക്കിക്കാം. നബിതങ്ങൾ ഞങ്ങളല്ല 7-ാമത്തെ ദിവസം ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖീഖ അറുത്തിരുന്നു എന്ന് ഹദീസിലുണ്ട്.
പിന്നെ നബുവത്തിന്റെ ശേഷം എന്താ നബി തങ്ങൾ ചെയ്തത്? അതാണ് ഇമാം സുയൂത്തി തങ്ങളെ അൽ ഹാവിയിൽ ഫതാവയിൽ വിശദീകരിക്കുകയാണ്. ഫയുഅ്ബലു ദാലിക അലാ അന്നല്ലദീ ഫഅലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത് ചെയ്തത് എന്തിന്റെ മേലാണെന്നറിയോ? ജനിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ്. അന്നൻ നബിയ്യ ഫഅലഹു ഇൽഹാറുൽ ശുക്രി അലാ ഈജാദില്ലാഹി ഇയ്യാഹു റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബിനെ ലോകത്തിന്റെ അനുഗ്രഹമായി അല്ലാഹു തആല ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചു എന്നത് മറ്റുള്ളവർക്ക് അതിന്റെ നന്ദി സൂചകമായിട്ട് ആണ് എന്ന് മാത്രമല്ല, അത് സമുദായത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. ലോകാനുഗ്രഹിയായി ജനിച്ചതിന് നന്ദി സൂചകമായിട്ട് മാത്രം അല്ല, അങ്ങനെ ചെയ്തത് അനുയായികൾക്ക് പഠിപ്പിക്കാൻ, ശറഅാക്കാൻ, അങ്ങനെ ഒരു പണി ചെയ്യാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റസൂലുള്ള ജനിച്ച ദിവസോ റസൂലുള്ള ജനിച്ചതിന്റെ ശുക്രിന്റെ അത് വെളിവാക്കാൻ വേണ്ടി ആ ദിവസത്തിൽ വല്ല വസ്തുക്കളെയും മറുക്കുക, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക, ഭക്ഷണമുണ്ടാക്കുക, കൊടുക്കുക, അതൊക്കെ ചെയ്യാമെന്ന് സമുദായത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയും കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പ്രവർത്തനം ചെയ്തിരുന്നത് എന്ന് ഞാനല്ല, സമസ്തക്കാരൊന്നുമല്ല. ഇമാം സുയൂത്തി തങ്ങൾ തന്റെ അൽ ഹാവിയിൽ ഫതാവയുടെ 1-ാം വാല്യം 196-ാമത്തെ പേജ്. റസൂലുള്ള ചെയ്തോ? ഒരിക്കലെങ്കിലും റസൂലുള്ള ചെയ്തു. നബിതങ്ങളുടെ പേരിൽ നബിതങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് വരുത്തിയതിന്റെ ആ നന്ദി സൂചകമായി നബിതങ്ങളുടെ പേരിൽ അറവ് നടത്തി വിതരണം ചെയ്തു. അതേ സമുദായത്തിന്റെ പാഠമാണെന്ന് പഠിപ്പിക്കാനും കൂടിയാണ് ചെയ്തത് എന്ന് ഇമാം സുയൂത്തി തന്റെ അൽ ഹാവിയിൽ ഫതാവയിൽ. അങ്ങനെ ഉണ്ടോ ഇല്ലേ? എന്തെങ്കിലും അതിൽ മജീദ് കവി കടത്തിക്കൂട്ടിയോ ഇല്ലേ? ചോദ്യം. ഇനിയിപ്പോ മൗലിദാണ്. എന്താണ് മൗലിദ്? ഇല്ലാത്ത സംഭവമാണത്. സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലൊക്കെ നോമ്പ് നോറ്റാണ് നടത്തിയത്. ആയിക്കോട്ടെ തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ പറഞ്ഞത്, ദിവസങ്ങൾക്കുള്ള മഹത്വം നിബിധങ്ങൾ പഠിപ്പിച്ചത് ഒക്കെ പറഞ്ഞില്ലേ? ഏറ്റവും ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് കാരണം പറഞ്ഞത് ആദം, അന്നാണ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബിനെ സൃഷ്ടിച്ച ദിവസം വല്ലാത്ത മഹത്വമുള്ള ദിവസം. അന്നാണ് ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അതുകൊണ്ട് ദിവസത്തിന് മഹത്വമുണ്ടായി. അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച ദിവസത്തിന് പിന്നെ എങ്ങനെ മഹത്വമില്ലാതിരിക്കുക? തിങ്കളാഴ്ച എന്തിനാണ് നബിയെ നോമ്പ് നോക്കുന്നത്? എന്റെ ജനന ദിവസം തിങ്കളാഴ്ചയാണ്. അതിന്റെ നന്ദി സൂചകമായി എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോക്കാൻ ഹബീബായ റസൂലുള്ള കൽപ്പിച്ചു. അതിനൊരു മഹത്വം ഉണ്ടായിട്ടല്ലേ? നന്ദി സൂചകമായി ചെയ്യാൻ ശുക്ർ എന്തെല്ലാം ഭാഗത്തിലൂടെ ഇമാം ഖസ്സലാനി തന്നെ ഇമാം സുയൂത്തി ഇമാം തന്നെ ഹാവിയിൽ പറയുന്നുണ്ട്, വശുക്റു അല്ലാഹുവിനെ നന്ദി ചെയ്യുക എന്നുള്ളത് പല വിധേനയും ഉണ്ടാവാം. ജൂദ് ചെയ്തിട്ടാവാം, നിസ്കരിച്ചിട്ടാവാം, നോമ്പ് പിടിച്ചിട്ടാവാം, ഇത്ആമു കൊടുത്തിട്ടാവാം, സദഖ ചെയ്തിട്ടാവാം.
ഇതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോരുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.